ഇവിടെ ചിദംബരം എന്നൊരു പ്രേക്ഷകൻ പറയുന്നുണ്ട്, ബ്രഹ്മസ്ത്രീ തസ്കരവീരൻ സർവൈവ ലോക വന്ധ്യൻ ബഹുമാനപ്പെട്ട ശ്രീ വാസർ എന്ന് വേണം അഭിസംബോധന ചെയ്യാൻ. താങ്കൾ ട്രോളിയാണെന്ന് തോന്നുന്നു ആ പ്രേക്ഷകൻ. അല്ല ഹഷ്മി, ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം തന്നെ അങ്ങ് ചോദിച്ചത് നിറമാണോ വാസു സാറിൻ്റെത് പ്രശ്നമെന്ന് ചോദിച്ചതുപോലെ തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു ഹിപ്പോക്രസിയാണ്. കറുത്ത നിറമുള്ളവൻ പ്രതിയാക്കപ്പെട്ടാൽ അവൻ കുറ്റം ചെയ്യപ്പെട്ടവനെന്ന് ചിത്രീകരിക്കുകയാണ്. ഇവിടെ 18/5/2019 ബ്രഹ്മശ്രീ രാജീവ് കണ്ഠരന്റെ നേതൃത്വത്തിൽ ഒപ്പിട്ട ഒരു മഹസറുണ്ടെന്നേ. അതിൽ ഒരു വാസുദേവൻ നമ്പൂതിരി മേൽശാന്തിയായിട്ടുള്ള അന്നത്തെ മേൽശാന്തി ഒപ്പിട്ട ഒരു മഹസറുണ്ട്. ആ മഹസറാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണ്ണപ്പാളികൾ മാറ്റി നൽകിയിട്ടുള്ളത്. പക്ഷേ ഒരൊറ്റ മനുഷ്യരും പ്രതിപക്ഷവും നാളിതുവരെ അതിൽ ചെമ്പുപാളി എന്ന് എഴുതിയിരിക്കുന്ന വിവരം പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടില്ല. ഇവിടെയാണ് പ്രശ്നം. മലയാളിയുടെ ഹിപ്പോക്രസിയുടെ പ്രശ്നം അവിടെയാണ്. ആ ഹിപ്പോക്രസി മാറാത്തിടത്തോളം കാലം, ആ ഹിപ്പോക്രസിയെ അഡ്രസ് ചെയ്യാത്തിടത്തോളം കാലം മലയാളിയെ സംബന്ധിച്ചിടത്തോളം എന്നും ആരോപണങ്ങൾ അന്തരീക്ഷത്തിൽ ഇങ്ങനെ കൊളുത്തിവിടാനേ കഴിയുള്ളൂ. ഇല്ലെന്നേ, ഇത് SIT ഒരു കോടതിയുണ്ട്. ഇപ്പം സർക്കാരിനോട് അന്വേഷണ സംഘം രൂപീകരിക്കാൻ പറയുകയല്ല കോടതി ചെയ്തത്. എന്തുകൊണ്ടാണത്? സർക്കാരിൽ വിശ്വാസമില്ലാത്തത് കൊണ്ട് കൂടിയാണ് ഹസ്കർ. കോടതി തന്നെ ഒരു അന്വേഷണ സംഘത്തെ പിക്ക് ചെയ്യുകയാണ് അല്ലേ? അന്വേഷണ സംഘം കണ്ടെത്തുകയാണ്, അന്വേഷിക്കുകയാണ്. അന്വേഷണത്തിൽ കോടതി SIT നോക്കുന്നില്ല ഈ എന്താണ് വാസുവിന് കറുപ്പാണോ വെളുപ്പാണോ, പത്മകുമാറിന് കറുപ്പാണോ വെളുപ്പാണോ, പോറ്റിക്ക് കറുപ്പാണോ വെളുപ്പാണോ നോക്കുന്നില്ല. കൂട്ടത്തിൽപ്പെട്ട എല്ലാവരെയും പിടിച്ചാത്തിടാണ്. അങ്ങനല്ല, വളരെ പരിണിതപ്രജ്ഞരായിട്ടുള്ള കേരളത്തിലെ 2 ന്യായാധിപരാണ് ദേവസ്വം ബെഞ്ചിനെ നേരിടുന്നത്. ആ ദേവസ്വം ബെഞ്ചിൽ അവരുടെ ഉത്തരവാദിത്തം വളരെ കൃത്യമായി ചെയ്തിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.